നാളയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധുരാണി ശോണികന്നിൽ ദേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്ന് എൻ്റെ ഉള്ളം ചൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. ദ ഷെപ്പേർഡ് സർവന്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 2 തിമോഥെയോസ് 3:16 വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി. അതിൽ ഒന്നാമത് കാണുന്ന എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ, ഇപ്പം ദൈവത്തിൻ്റെ ദ ബ്രീത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ വായാണല്ലോ വചനം അരുളി ചെയ്തത്. ദൈവത്തിൻ്റെ വായല്ലോ കൽപ്പിക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ വായിൽ നിന്ന് അരുളി ചെയ്യുന്ന വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം ആണ് എന്ന് വചനം എന്ന് ഇവിടെ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-1 വാക്യത്തെ നമ്മൾ വായിക്കുന്നു. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ യേശുവിനുള്ള അതേ പ്രാധാന്യം വചനത്തിനുമുണ്ട്. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി സമർപ്പിച്ച് വചനത്തിന് മുമ്പാകെ അത് ഏറ്റെടുത്ത് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മെ നയിപ്പാൻ, നമുക്കിന്ന് നല്ല ജീവിതം തരുവാൻ ഈ ദൈവവചനത്തിന് മതിയായതാണ്. കാരണം ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം പല മാധ്യമങ്ങളിൽ കൂടി പല സാഹചര്യങ്ങളിൽ നമ്മളോട് സംസാരിക്കാറുണ്ട്. എന്നാൽ ദൈവവചനത്തെ കൂടിയാണ് കൂടുതലും ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച വചനത്തിൽ വായിക്കുന്നത് നമ്മളെ എല്ലാ നന്മയിലും വക പ്രാപിച്ച ഒരു തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ദൈവവചനം ഉപയോഗപ്രദമായിത്തീരുന്നു എന്നാണ്. അതിന് പറഞ്ഞിരിക്കുന്നത് നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്നതാണ് ദൈവവചനം, നമ്മളെ ശാസിച്ച് വഴി നടത്തുന്നതാണ് വചനം, നമ്മളെ ഗുണീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഗുണീകരിച്ച് പ്രയോജനമുള്ളതാക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ 19 നമ്മൾ വായിക്കുന്നു. അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. പലപ്പോഴും ജീവിതത്തിൽ ഈ പറയപ്പെട്ട അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നത് ദൈവവചനം അതിൻ്റെ ഈ രീതിയിൽ നാം ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിയായി തീരുവാനിടയായിത്തീരും. ലോകത്തിലെ അന്ധകാരത്തെ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ വചനം അവൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ജീവൻ്റെ പാതയിൽ അവന് നടക്കുന്നതിന് ഇടയായിത്തീരുന്നു. പലപ്പോഴും ജീവിതത്തിൽ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഭാരത്തിൻ്റെയൊക്കെ മധ്യേ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയും നമുക്കത് ആശ്വാസമായി തീരുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവം, നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് കാലം നമ്മെ അനുഗ്രഹിപ്പാൻ, നമ്മെ ഐശ്വര്യമായി വഴി നടത്തുവാൻ, നല്ലൊരു ദിവസം നമുക്ക് നൽകുവാൻ ദൈവം മതിയായവനാണ്. ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ശലോമോൻ രാജാവിനോട് ദാവീദിന്റെ രാജാവ് തൻ്റെ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞത് ഇതാണ്: നീ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിന്റെ പിൻഗാമികളായി നിന്റെ തലമുറയിൽ ഈ രാജ്യസ്ഥാനത്തിരിക്കാൻ എപ്പോഴും ഒരാൾ കാണും. അതുപോലെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത് നമ്മൾ തിമോഥെയോസിലെ വായിക്കുന്നുണ്ടല്ലോ,
യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുക. അത് പാലിച്ച് അതിൽ നിശ്ചയം പ്രാപിച്ച് അതിൽ നിലനിൽക്കുക. ഇന്ന് പകൽക്കാലം നാം കേൾക്കപ്പെടുന്ന വചനത്തിൽ നിശ്ചയം പ്രാപിച്ച് അതിൽ നിലനിൽക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമായി തീരട്ടെ. അതിൽ നിലനിൽപ്പാനുള്ള കൃപ തരണം കർത്താവേ. അത് ഞങ്ങൾക്ക് നന്മയായി തീരണം. വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്തായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.